അസ്സലാമു അലൈക്കും. ഇത് നമുക്കേ ഒരു പില്ലോ കവർ അടിക്കണ കണ്ടാലോ? അതായത് എൻ്റെ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട്, ഒരു ചോക്ലേറ്റ് കളർ ബെഡ്ഷീറ്റ്. ഇപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതേപോലെ 2 പില്ലോ കവർ കിട്ടുമല്ലോ. അങ്ങനെ 2 പില്ലോ കവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നോക്കിയപ്പോൾ ഒരു പില്ലോ കവറേ കാണുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇവർ അലക്കിയിട്ട് മുകളിൽ ഇങ്ങനെ കൊണ്ട് വിരിച്ചിട്ടിട്ട് പറന്ന് പോയതാവാം ശ്രദ്ധിക്കാതെ. പക്ഷേ ഒരു പില്ലോ കവർ ഞാൻ നോക്കിയിട്ട് എല്ലായിടത്തും നോക്കി, ഡ്രസ്സ് വെക്കണയിടത്തും എല്ലായിടത്തും നോക്കി, പക്ഷേ പില്ലോ കവർ കാണില്ല. പക്ഷേ ബെഡ്ഷീറ്റാണെങ്കിൽ നല്ല ബെഡ്ഷീറ്റ്, ഒന്ന് കീറുകയോ കളറ് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിത് കളയാനും തോന്നണില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യം കരുതിയത് ഒരു ബെഡ്ഷീറ്റ്, ഒരു പില്ലോ കവർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സൈഡിലേക്ക് തുണി വാങ്ങിച്ചടിച്ച് അങ്ങനെ റെഡിയാക്കി എടുക്കുക, സെറ്റായിട്ട് ഇട്ടാലല്ലേ ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ നോക്കിയപ്പോൾ ഈ ബെഡ്ഷീറ്റിന് നല്ല വീതിയുണ്ട് കേട്ടോ. ഇത് നമ്മുടെ എന്താ പറയുക, കിങ് സൈസ് ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, അതാണ്. കട്ടിലും അതാണെങ്കിലും കുറച്ചുകൂടെ നല്ല വീതിയുണ്ട്. കട്ടിലും വീതിയുള്ളതാണെങ്കിലും നമുക്ക് ഈ ബെഡ്ഷീറ്റ് ഇട്ടാലും ഒത്തിരി ഇങ്ങനെ അകത്തേക്ക് മടക്കി വെക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇതിൻ്റെ സൈഡിൽ നിന്ന് ഒരു പില്ലോ കവർ കട്ട് ചെയ്തെടുത്താലോ, കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പില്ലോ കവർ അടിച്ചെടുക്കാം, ബാക്കിയുള്ളത് ബെഡ്ഷീറ്റാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ കരുതി കുറേ ആലോചിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബെഡ്ഷീറ്റ് കളയാൻ പറ്റണില്ല. ഒറ്റ പില്ലോ കവർ കൊണ്ട് നമുക്കത് യൂസ് ചെയ്യാനും പറ്റൂലല്ലോ. 2 പില്ലോ കവർ ഇല്ലാണ്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീതിക്ക് എത്ര ഉണ്ട് നോക്കാം. നമ്മുടെ ഈ പില്ലോ കവറിൻ്റെ വീതി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ ബെഡ്ഷീറ്റ് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് എന്താ പറയുക, നമ്മുടെ പില്ലോ കവറിൻ്റെ വീതി അനുസരിച്ച് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നീളത്തിലൊരു പീസ് ഇങ്ങനെ കിട്ടുമല്ലോ. വീതി അനുസരിച്ച് മുറിക്കണം, നീളം അനുസരിച്ച് മുറിക്കരുത് കേട്ടോ, അപ്പോൾ വീതി കുറഞ്ഞു പോവും. അപ്പോൾ പില്ലോ കവറിൻ്റെ വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അളന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയാൽ മതി. 2 സൈഡിലും 1 ഇഞ്ച്, അര ഇഞ്ച് വീതം തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴേ ഇതിൻ്റെ സൈഡിലൊരു തയ്യലൊക്കെ വന്നിട്ടുണ്ട്. ബെഡ്ഷീറ്റിൻ്റെ സൈഡിലുള്ള തയ്യലുണ്ടല്ലോ, അത് അഴിച്ച് നോക്കിയപ്പോൾ തന്നെ ഒരു 1/2 ഇഞ്ച് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇതാ ഇവിടെ കണ്ട ഇത്രയും വീതിയിൽ മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ച് നോക്കണതാണ്. അതിൻ്റെ ഉള്ളിൽ എത്ര തയ്യൽ തുമ്പുണ്ട് നോക്കിയിട്ട് നമുക്കതനുസരിച്ച് എടുക്കാമല്ലോ. അപ്പോൾ ഞാനൊന്ന് അഴിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ 1/2 ഇഞ്ച് ഉണ്ട് മടക്കി വെച്ചേക്കണത്. 1/4 ഇഞ്ച് വെച്ച് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ഒരു 1/2 ഇഞ്ച് കിട്ടും. ഇനി 1/2 ഇഞ്ച്, അതായത് മാക്സിമം കുറച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വീതിയിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ ബെഡ്ഷീറ്റ് ചെറുതായി പോകരുത്. അങ്ങനെ ഒരു കാര്യവും കൂടി ഉണ്ടല്ലോ. ചില ബെഡ്ഷീറ്റുകൾ ഇങ്ങനെ പില്ലോ കവറോട് കൂടെ തന്നെ വരും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഇതേപോലെ മുറിച്ചെടുക്കണം, എന്നിട്ട് വേണം പില്ലോ കവർ അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് കുറേ നേരം ആലോചിക്കണം കേട്ടോ, അല്ലെങ്കിൽ നീളത്തിൽ നിന്ന് എടുത്ത് മുറിക്കരുത്. അതുപോലെ തന്നെ വീതിയുടെ സൈഡിൽ നിന്ന് നമുക്ക് നാശമായി പോവാത്ത രീതിയിൽ, നമ്മുടെ ബെഡ്ഷീറ്റ് നാശമായി പോവാത്ത രീതിയിൽ വേണം പില്ലോ കവർ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഞാനത് അഴിച്ചൊക്കെ എടുത്തിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബെഡ്ഷീറ്റിൻ്റെ സൈഡ് നമുക്ക് ആദ്യം ഒന്ന് അടിച്ച് മാറ്റിയേക്കാം. അതിനുശേഷം നമ്മുടെ പില്ലോ കവർ നമുക്ക് അടിച്ച് തുടങ്ങണം. അപ്പോൾ നീളത്തിലൊരു പീസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് അളക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കിതിന് ഒരു വാതിലൊക്കെ വരുമല്ലോ. അപ്പോൾ ഈ ബെഡ്ഷീറ്റിൻ്റെ അരികായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ സൈഡൊക്കെ നമുക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അളന്ന് തുടങ്ങാം. ആ വാതിലിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് അളന്നെടുക്കാം. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, കറക്റ്റായിട്ട് നോക്കിയോ ഞാനിങ്ങനെ അളക്കണമെന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ആ വാതിൽ കവർ വന്ന് മൂടണ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ പില്ലോ കവറിൻ്റെ, ആ ഭാഗത്തു നിന്ന് ഞാനിങ്ങനെ അളക്കുകയാണ് ഏറ്റവും അവസാനം വരെ, അതായത് എൻഡ് വരെ അളന്നിട്ട് ഈ ഭാഗത്ത് നമുക്കൊരു നോട്ട്സ് ഇട്ട് കൊടുക്കാം. ഈ നോട്ട്സ് ഇടുന്നതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്, മാർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലത്തെ പില്ലോ കവറൊക്കെ അടിച്ചെടുക്കാനാണെങ്കിൽ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നോട്ട്സ് ഒന്ന് ഇടാം. അപ്പോൾ നിങ്ങൾ തുണി എടുത്തിട്ട് ഇതേപോലെ അളന്ന് നോക്കിയാൽ മതി കേട്ടോ. ഈ മോഡൽ പില്ലോ കവർ കഴിക്കാൻ നമുക്ക് നീളത്തിലാണ് തുണി എടുക്കേണ്ടത്. വീതിയുടെക്കാളും 1 ഇഞ്ച് കൂടുതൽ എടുക്കുക. എന്നിട്ട് 1 ഇഞ്ച് കൂടുതൽ എടുത്തതിന് ശേഷം നീളം നമുക്ക് ഇതേപോലെ അളന്നെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വാതിൽ വരെയല്ല, എൻഡ് വരെ പിടിക്കണം. അതായത് വാതിൽ മുതൽ തുടങ്ങി ആ താഴത്തേക്ക് കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം ഈ എൻഡ് വരെ നമുക്ക് കറക്റ്റായിട്ട് പിടിക്കണം കേട്ടോ. ഇതിവിടെ മടക്കമുള്ളത് കൊണ്ട് ആ ഒരു തുമ്പ് നമുക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. അത് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്ന് തേച്ചൊക്കെ എടുത്തോ കേട്ടോ. ഞാൻ തേച്ചിട്ടില്ല. ഇവിടെ ഈ ഭാഗം നമുക്ക് ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ ഡോറാണ് കണ്ടോ, നമ്മുടെ പില്ലോ കവറിൻ്റെ ഡോറ്. ആ ഡോറിനുള്ള തുണിയും കൂടെ നമുക്ക് അളന്നെടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പം നോട്ട്സിട്ട ഭാഗത്തുനിന്ന്
ആ ഡോറും കൂടെ നമ്മളൊന്ന് അളന്നെടുക്കുകയാണ് കേട്ടോ. മനസ്സിലാവണ്ടോ ഞാൻ പറയണത്? വളരെ ഈസിയാണ് കേട്ടോ ഇങ്ങനെ പില്ലോ കവർ അടിക്കാൻ. എന്നിട്ട് അവിടെ തയ്ക്കാനുള്ള ഒരു അരയിഞ്ച് തയ്യൽ തുമ്പും കൂടെ, അരയിഞ്ചോ 1 ഇഞ്ചോ തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമുക്ക് അവിടെ ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കാം. ഈ നോട്ട്സിൽ നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടം വരെയാണ് നമുക്ക് തുണി വേണ്ടത് കേട്ടോ. അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി അപ്പുറത്തെ സൈഡിൽ, ഇപ്പോൾ ഒരു സൈഡിലല്ലേ നമ്മൾ നോട്ട്സ് ഇട്ടിട്ടുള്ളൂ, അപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ പില്ലോ കവറിൻ്റെ തുണീനെ 2ആയിട്ട് മടക്കി, നീളത്തിൽ തന്നെ മടക്കി ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ നോട്ട്സ് എവിടെയാണ് വന്നേക്കണമെന്ന് നോക്കുക. ഇത് നമ്മൾ വാതിൽ മുതൽ അറ്റത്തേക്ക് അടി വരെയും കൊടുത്ത ആ ഒരു മാർക്കിംഗ് ആണ്, അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും കൂടെ ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ. ഓക്കെ, ഇനി ഒരു നോട്ട്സും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. അതായത് നമ്മുടെ പില്ലോ കവറിൻ്റെ ഏറ്റവും എൻഡ് വരെ, അടിഭാഗത്ത് നിന്ന് ഏറ്റവും മോൾ ഭാഗത്ത് വരെ ഉള്ള നോട്ട്സ്, അത് ഇത്തിരി വലുതായിരിക്കും. അപ്പോൾ ഏറ്റവും വലിയ പീസ് ഈ ഭാഗമായിരിക്കും കേട്ടോ. ഇത് ബാക്ക് വശമാണ്, അല്ല ഇതാണ് കറക്റ്റ് പില്ലോ കവറിൻ്റെ നല്ല വശത്ത് വരുന്ന ഭാഗം. അതെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു നോട്ട്സ് വരുന്നുണ്ട്, അത് നമ്മുടെ വാതിലിൻ്റെ നോട്ട്സാണ്. അത് ചെറുതായിരിക്കും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ നമുക്ക്, അപ്പോൾ ഈ ഭാഗം, ഈ വരുന്ന ഭാഗത്താണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇത് കറക്റ്റായിട്ട് മടക്കിയിട്ടിട്ട്, അപ്പോൾ ഞാൻ അളന്നതും കണ്ടു, നോട്ട്സ് ഇടണമെന്ന് നിങ്ങൾ കണ്ടില്ലേ. തയ്ക്കാൻ അതിനേക്കാളും ഈസിയാണ് കേട്ടോ. അത് നമുക്ക് ഇങ്ങനത്തെ പില്ലോ കവറൊക്കെ കാണുമ്പോൾ എങ്ങനെ തയ്ക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കാറാണ്. ഞാൻ മുമ്പൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ, ഈ വക്കത്ത് എങ്ങനെ ഇങ്ങനെ മടക്ക് വരും. അതൊക്കെ ഭയങ്കര ഈസി ആട്ടോ, ഒരു കുഴപ്പമില്ല. നമുക്കിങ്ങനെ ആവശ്യത്തിനുള്ളത് മുറിച്ചെടുക്കാം. ഇത് നമുക്ക് ഇതുവരെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വാതിൽ കഴിഞ്ഞിട്ടുള്ള ആ ഭാഗം കഴിഞ്ഞ് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ പില്ലോ കവർ ടേപ്പ് വെച്ച് അളന്നെടുക്കുകയാണെങ്കിൽ അങ്ങനെ അളന്നെടുക്കാം. ഞാനിപ്പോൾ അതുമ്പോൾ വെച്ച് തന്നെ മുറിച്ചെടുക്കണതാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത ഭാഗം അരികൊന്ന് അടിച്ചേക്കാം. അരിക അടിച്ചപ്പോൾ തന്നെ നൂല് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നൂല് കോർത്തിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ അടിച്ച് തുടങ്ങിയപ്പോഴാണ് നൂല് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കോർത്തെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വക്ക് മടക്കി വെച്ച് നോർത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യണം. മടക്കി വെച്ചിട്ടില്ല, ഒന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് വിടുമ്പോഴേ ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ മുകളിലത്തെ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കുമല്ലോ അല്ലേ, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ നമ്പറാണ് കേട്ടോ. തയ്യൽ ഓൺലൈനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ നൂല് പൊട്ടിപ്പോയിന്ന്, നൂലൊന്നും കറക്റ്റ് ഇടാണ്ട്. അപ്പോൾ ഞാൻ നൂല് കോർക്കാനായിട്ട് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കോർത്തിട്ട്, അപ്പോൾ അതാകുമ്പോൾ എളുപ്പമുണ്ട് കേട്ടോ. പിന്നെ ഈ മെഷീനിൽ വലിയ കുഴപ്പമില്ല, നമുക്ക് കോർക്കാൻ അവിടെ ഒരു ലൈറ്റ് വരണുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കോർക്കാൻ സുഖമാണ്. എന്നാലും അങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ കോർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻഡ് ഭാഗം ഒന്ന് മടക്കി അടിച്ചെടുക്കുകയാണ് കണ്ടോ. ഇത് നമ്മുടെ വാതിൽ വരണം, അതായത് നമ്മുടെ പില്ലോ കവറിനൊരു വാതിൽ വേണമല്ലോ. ചിലർ സിബ്ബൊക്കെ വെച്ചിട്ട് അടിക്കും, ഞാൻ സിബ്ബ് വെച്ചിട്ട് അടിക്കാറില്ല. ഇതേപോലെ ഇങ്ങനെ വാതിൽ പോലെ വെച്ചിട്ടാണ് ഞാൻ പില്ലോ കവർ അടിക്കാറുള്ളത് കേട്ടോ. പില്ലോ കവർ നമുക്ക് ബെഡ്ഷീറ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടും. എന്നാലും നമുക്കുണ്ടല്ലോ കുറേ കഴിയുമ്പോൾ ഈ പില്ലോ കവറൊക്കെ കീറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ ബെഡ്ഷീറ്റ് നല്ലതാണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് പില്ലോ കവറൊക്കെ അടിച്ചെടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ വാതിൽ ഫസ്റ്റ് ഒന്ന് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ എത്രത്തോളം വാതിലിനുള്ള സ്പേസ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. അതിങ്ങനെ ഇത് ഞാനിപ്പോൾ ആ ഒരു നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ചെയ്യണതാണ് കേട്ടോ. ആ വാതിൽ ഇങ്ങോട്ട് വെച്ചിട്ട് ആ മൂല മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വെച്ചേക്കാം. അപ്പോൾ നമ്മൾക്ക് ഇത്രയാണ് വാതിൽ വേണ്ടത്. ഇനി നമുക്ക് അടുത്ത നോട്ട്സ് മടക്കണം. അപ്പോൾ ഓരോ നോട്ട്സും നമുക്ക് മടക്കാനുള്ളതാണ് കേട്ടോ. അപ്പം നോട്ട്സ് ഇങ്ങനെ കറക്റ്റായിട്ട് നോക്കുകയാണ്. ഇവിടെ കിട്ടിയിട്ടുണ്ട് നോട്ട്സ്. ഇനി ഇങ്ങനെ മടക്കി, ഇത് മുകളിലല്ല ഉള്ളിലാണ് വരേണ്ടത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ അടിച്ചങ്ങോട്ട് പോവാം കേട്ടോ. തിരിച്ചിട്ടിട്ട് ഞാൻ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നോട്ട്സ് നമുക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആട്ടോ. ഇതേപോലെ ഇങ്ങനെ പിടിച്ച് അടിക്കാൻ പറ്റും. ഈ അളന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തപ്പി നടക്കേണ്ടി വരും. നോട്ട്സ് ഇട്ടാൽ എളുപ്പത്തിൽ നമുക്ക് മടക്കി എടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇതറ്റം വരെ അടിച്ചെടുക്കാം. അപ്പോൾ തയ്യൽ ക്ലാസ്സിൽ ആർക്കെങ്കിലും ചേരണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടോ. കമൻറ്റ് ബോക്സിൽ ഞാൻ തയ്യൽ ക്ലാസ്സിൻ്റെ ലിസ്റ്റ് വെച്ചേക്കാം. അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. നല്ല സിമ്പിളായിട്ടാണ് പഠിപ്പിച്ച് തരുന്നത്. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്, അതായത് ഒട്ടും തയ്യലറിയാത്തവർക്ക് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സും ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചൊക്കെ തയ്യലറിയാം, ഇപ്പോൾ പുറത്തേക്ക് തയ്ച്ചു കൊടുക്കാൻ ധൈര്യമില്ലാത്തവർ അങ്ങനെയുള്ളവരുടെയൊക്കെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറ്റി കിട്ടും കേട്ടോ. എന്ന് വെച്ചിട്ട് ധൈര്യമായിട്ട് തുണി വെട്ടാനും തയ്ക്കാനും ഒക്കെ ഉള്ള നമുക്കൊരു ധൈര്യം കിട്ടണമല്ലോ, ധൈര്യമായിട്ട് ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടണമല്ലോ, അത് കിട്ടും എന്തായാലും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതിന് മുമ്പ് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ ദാ നമ്മൾ ആ ഭാഗം അടിച്ചിട്ടുണ്ട്. ഇനി വാതിൽ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒരു അരയിഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ അരയിഞ്ച് തയ്യൽ തുമ്പാണ് ഇവിടെ നമുക്ക് മൈനസായി പോകണം കേട്ടോ. ഫ്രില്ലൊക്കെ വെച്ചിട്ട് പില്ലോ കവറൊക്കെ അടിക്കും കേട്ടോ. പക്ഷേ എനിക്കിഷ്ടം ഇതുപോലത്തെ പില്ലോ കവറാണ് കൂടുതൽ. ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് ഇതിന്. നമുക്ക് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പാടായിട്ട് തോന്നുമായിരുന്നു, ഇങ്ങനെ ഇരിക്കും ഇവർ അടിച്ചെടുക്കണമെന്നൊക്കെ. ഞാൻ പില്ലോ കവർ അഴിച്ചു വരെ നോക്കിയിട്ടുണ്ട്. പിന്നെയാണ് ചെയ്ത് നമുക്കത് എളുപ്പമായി കിട്ടുമല്ലോ. ഇപ്പോൾ ബെഡ്ഷീറ്റും പില്ലോ കവറും ആയിട്ട് നമുക്ക് മുറിച്ച് വാങ്ങിച്ച് വയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കാണുകയാണെങ്കിൽ വാങ്ങിച്ചിട്ട് ഇതേപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇപ്പുറത്തെ സൈഡും അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് വാതിലൊക്കെ ഒന്ന് നോക്കണം, വാതിൽ നോക്കണം, പിന്നെ ബാക്ക് സൈഡ് നോക്കണം, സ്റ്റിച്ച് ചെയ്തെടുക്കണം. നോട്ട്സിട്ട് എളുപ്പമാണ് കേട്ടോ. നോട്ട്സിട്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ. അപ്പോൾ അതിങ്ങനെ തയ്ച്ച് വരുമ്പോഴേ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. പിന്നെ നമുക്ക് നമ്മൾ തയ്ച്ച ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ വിരിച്ചിടുമ്പോൾ അതും ഒരു സന്തോഷമാണ്. അതിപ്പോൾ കുഞ്ഞുങ്ങളുടെ ഉടുപ്പാണെങ്കിലും അതെ, നമ്മൾ തയ്ച്ചൊരു ഡ്രസ്സ് ഇട്ടിട്ട് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിച്ചിട്ട് ഞാൻ ഡബിൾ സ്റ്റിച്ച് ഇടും കേട്ടോ ഈ സൈഡൊക്കെ. നമുക്ക് പില്ലോ കവറൊക്കെ ആകുമ്പോൾ പിന്നെ ഇത് എടുത്തടിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ മറിച്ചെടുത്ത് പതിച്ചടിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ പിന്നീട് അടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം അടിക്കുമ്പോൾ തന്നെ ഈ ഭാഗമൊക്കെ ഒന്ന് റീസ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതായത് ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. ഇതേപോലെ ഒപ്പം പിടിച്ചിട്ട് അങ്ങ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ വാതിൽ എത്താറായിട്ടുണ്ട്. ഇനി വാതിൽ ഇതായി പുറത്തേക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ ഇത് നമുക്ക് ഫുള്ളായിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് അടിച്ചാലും മതി. ഇത് നമുക്കിതൊന്ന് ഈ കണ്ടോ ഇവിടെ വരെ അടിച്ചു കൊടുക്കാം. ഇനി അടുത്ത വാതിലിട്ടിട്ട് ഒന്നുകൂടെ അടിച്ചു കൊടുക്കാം. വാതിൽ നിന്ന് തന്നെയാണ് ആ മൂടിയെന്നാണോ പറയണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ പില്ലോ കവറിൻ്റെ ഉള്ളിൽ കവർ ചെയ്തിരിക്കുന്ന ആ ഭാഗം അതിങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. ഒരെണ്ണം നിങ്ങൾ അടിച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യവും കൂടെ ഈ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ അടിച്ചിട്ട് മറിച്ചെടുക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ മറിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ മൂലകളുണ്ടല്ലോ, ഇത് അകത്ത് വരണം കേട്ടോ. ഇതിപ്പോൾ പില്ലോ കവറിൻ്റെ മൂടി പുറത്തല്ലേ ഇരിക്കുന്നത്, അത് മറിച്ചെടുക്കുമ്പോൾ അത് ഉള്ളിൽ പോകണം. മൂല നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഒരു പെൻസിൽ വെച്ചോ അല്ലെങ്കിൽ വിരൽ വെച്ചോ എങ്ങനെയാണെങ്കിലും നല്ലോണം ഷാർപ്പാക്കി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മൂല കിട്ടാൻ പാടായിരിക്കും പതിച്ചടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊന്ന് മറിച്ചു കൊടുക്കാം. കണ്ടോ, അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂലകളൊക്കെ ഞാൻ തപ്പിയെടുത്തിട്ട് ഒന്ന് പുറത്തേക്ക് തള്ളി ഒന്ന് റെഡിയാക്കി എടുക്കണേ. ഇനി അടുത്ത സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മുടെ സൈഡിൽ ഒരു ബോക്സ് പോലെ എന്താ പറയുക, ഒരു ബീഡിങ് പോലെ നിർത്തിയിട്ട് ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുകൂടെ കാണിച്ചാൽ നമ്മുടെ പില്ലോ കവർ കംപ്ലീറ്റ് ആവും. ഇത് ബിസിനസ് ചെയ്യണവരുണ്ട് കേട്ടോ. പില്ലോ കവർ ഇങ്ങനെ റോളായിട്ട് തുണികൾ വാങ്ങിച്ചിട്ട് ബെഡ്ഷീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കും. അതിനുശേഷം പില്ലോ കവറൊക്കെ അടിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്ന ഒരു കമ്പനി ഉണ്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അവർ പുറത്തുനിന്നാണ് തുണിയൊക്കെ എടുത്തിട്ട് ബാംഗ്ലൂരിൽ നിന്നൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് അവരുടെ സീലൊക്കെ അടിച്ച് അവരുടെ പാക്കിംഗ് ആക്കിയിട്ട് കൊടുക്കണ ഒരു ഷോപ്പല്ല, ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ പഴയ പില്ലോ കവർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പഴയതെന്ന് വെച്ചാൽ മറ്റേ പില്ലോ കവർ, പോവാത്ത പില്ലോ കവർ, അതിൻ്റെ ഈ ബീഡിങ് കണ്ടോ, ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ടോ, ആ വീതി ഞാനൊന്ന് നോക്കുകയാണ്. 1.5 ഇഞ്ചാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പില്ലോ കവറിൽ ഒന്നില്ലെങ്കിൽ ആദ്യം തന്നെ 1.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് അറ്റം വരെ മാർക്ക് ചെയ്ത് വരയിട്ടിട്ട് ആ വരയിലൂടെ അടിക്കാം. എൻ്റെ ഒരു പണി നോക്കി ഞാൻ ടേപ്പ് വെച്ചിട്ട് ആ മാർക്കുകൾ ഇങ്ങനെ ഓരോ ഡോട്ടിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ ഡോട്ടിട്ട് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഡോട്ടിട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഡോട്ടിട്ടതിന് ശേഷം അടിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇനി ആ അടുപ്പിൻ്റെ മുകളിൽ കൂടെ അടിച്ചാൽ മതി. ഈ സിക്സാക്ക് മെഷീനില്ലേ, സിക്സാക്ക് പോലെ അടിക്കണം, ആ മെഷീൻ ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് സിക്സാക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് നമ്മളിതാ ഇത് തന്നെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ആ പോയിൻറ്റിൽ നിന്ന് ഈ പോയിൻറ്റിലേക്ക് അടിച്ചു. അപ്പോൾ ടേപ്പും ചോക്കും നമ്മുടെ കയ്യിൽ വേണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അളന്ന് നോക്കുക, എന്നിട്ട് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ചാണ് കേട്ടോ നമുക്കവിടെ സ്പേസ് വേണ്ടത്. ആ 1.5 ഇഞ്ച് തന്നെ കീപ്പ് ചെയ്ത് അടിക്കുക കേട്ടോ. അറ്റം വരെ അടിക്കുക. മൂല എത്തുമ്പോൾ എങ്ങനെ അടിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. പോയിൻ്റ് എങ്ങനെ ഇടണം എന്നൊക്കെ കാണിച്ചു തരാം, നോക്കോട്ടോ. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണേ. പിന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ. അതാ നോക്കിയാൽ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണേക്കെ മനസ്സിലാവണുണ്ടോ,
ഇനി എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കറവുള്ളതുകൊണ്ട് കറ വരും. ഞാൻ പറഞ്ഞില്ലേ, അനാറ് എപ്പോഴും മുറിക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഇങ്ങനെ കറ വരും. എനിക്കതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. കയ്യിൽ കറ എല്ലാവരും കാണുന്നതല്ലേ, ആൾക്കാർ വിചാരിക്കും വൃത്തിയില്ലാഞ്ഞിട്ടാണെന്ന് വിചാരിക്കും. അങ്ങനത്തെയൊക്കെ ഒരു തോട്ടാണ്. അപ്പോൾ സോണിയ സന്തോഷ് പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ലാന്ന്. പക്ഷെ കുഴപ്പമില്ല, അങ്ങനെയല്ല, എന്നാലും ഒരു മടി. അതാണ് ഇപ്പോൾ സോണിയ സന്തോഷ് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കൈയൊക്കെ നീറ്റായിട്ട് ഇങ്ങനെ പ്യൂമിക് സ്റ്റോണൊക്കെ വെച്ച് ഉരച്ച് കറയൊക്കെ കളഞ്ഞ് നല്ല നഖത്തിൻ്റെ ഉള്ളിലൊക്കെ കയറുന്നേ. അനാറ് മുറിക്കുമ്പോഴാണ്. അനാറ് ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ നഖത്തിനകത്ത് അനാറ് കഴിക്കണം, എല്ലാ ദിവസവും കഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാനും പറ്റില്ല. നമ്മൾ തന്നെ ചെയ്യണ്ടേ നമ്മുടെ ആവശ്യത്തിന്. ഇവർ ചെയ്ത് തരും കേട്ടോ. എന്നാലും അവരുടെ കയ്യിൽ കറിയാവൂലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരോടും തൊടണ്ടെന്ന് പറയും. അപ്പോൾ അതാ എൻ്റെ ഭാഗം എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇനി എല്ലാ ദിവസവും ഇടാം. കയ്യിൽ കറയുണ്ടെങ്കിലും എന്താണെങ്കിലും വീഡിയോ ഇടും കേട്ടോ സോണിയ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സൈഡിൽ 4 സൈഡിലും 1.5 ഇഞ്ച് ബീഡിങ് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാം. ഞാനിത് വിരിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ബെഡിൽ വിരിച്ചാലുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല രീതിയിൽ തന്നെ ആ ബെഡ്ഷീറ്റ് കിട്ടിയിട്ടോ. ഞാൻ വിരിച്ച് കഴിഞ്ഞപ്പോഴേ ആദ്യമൊക്കെ വെട്ടണ സമയത്തൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കരുതിയേ അത് കുഴപ്പമില്ല, പിള്ളേരുടെ കട്ടിൽ ഇത്തിരി വീതി കുറഞ്ഞതുണ്ട്, ഇതിനിപ്പോൾ ഞങ്ങളുടെ കട്ടിലിന് പറ്റിയില്ലെങ്കിലും പിള്ളേരുടെ ഇട്ട് കൊടുക്കാം എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ നഷ്ടപ്പെടുത്തി കളയാനൊരു വിഷമമാണ്. ഒരു പില്ലോ കവർ കാണാഞ്ഞിട്ട് തന്നെ ഞാൻ കുറേ അന്വേഷിച്ച് കിടന്നു അതെവിടെയെങ്കിലും ഉണ്ടോയെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി പറഞ്ഞു പോയതായിരിക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ബാൽക്കണിയിലാണ് തുണിയെല്ലാം ഉണക്കാനിടുന്നത്. അങ്ങനെ ഉണങ്ങാനിട്ടിരുന്ന യൂണിഫോം രാവിലെ ആയപ്പോൾ കാണില്ല. യൂണിഫോം ആയതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ ശ്രദ്ധിക്കുമല്ലോ, നമുക്ക് എന്നും ആവശ്യമുള്ളതാണല്ലോ. അത് മോൻ്റെ യൂണിഫോം കാണില്ല. നോക്കിയപ്പോൾ ഉണ്ട് താഴെ ഇങ്ങനെ ആരോ എടുത്തിട്ട് അതവിടെ മടക്കി വെച്ചേക്കാണ്. അപ്പോൾ മനസ്സിലായി ഇതേപോലെ പില്ലോ കവറും പോയിട്ടുണ്ടാവും. വേസ്റ്റിൻ്റെ കൂടെ ചവറിൻ്റെ കൂടെ വല്ലതും. ഇപ്പോൾ 2 ദിവസമൊക്കെ മഴ നനഞ്ഞ് അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ആരും ശ്രദ്ധിക്കില്ലല്ലോ, അത് വേസ്റ്റിൻ്റെ കൂടെ പോവുകയും ചെയ്യും. അങ്ങനെ പോയതായിരിക്കാം. എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തയ്ച്ച് കഴിഞ്ഞപ്പോൾ ആ വിഷമം മാറി കേട്ടോ. അപ്പോൾ 4 സൈഡിലും നമ്മളിങ്ങനെ സ്റ്റിച്ച് ഇങ്ങനെയുള്ള അനുഭവമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ടെറസിൻ്റെ മുകളിൽ ഉണങ്ങാനിടുന്ന പല സാധനങ്ങളും ഇതുപോലെ പറന്നു പോകാറുണ്ട് കേട്ടോ. ഷോളൊന്നും കാണാണ്ടായി പോവും. അപ്പോൾ കുറേ ദിവസം കഴിയുമ്പോഴായിരിക്കും സൺഷെയ്ഡിൽ എവിടെയെങ്കിലും വീണ് കിടക്കുന്നുണ്ടാവും. പക്ഷേ ഒരു 2-3 ദിവസം വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് നാശമായി പോവില്ല. അപ്പോൾ പിന്നെ നമുക്കത് ഉപയോഗിക്കാനും പറ്റില്ല. അങ്ങനെയൊക്കെ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. ഞാൻ പറയണ അബദ്ധങ്ങൾ മിക്കവർക്കും പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ പലരും വന്നിട്ട് എനിക്ക് കമൻറ്റ് ഇടാറുമുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ചുറ്റിനും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിച്ചും കൂടെ വേണമെങ്കിൽ ചുറ്റിനും ഇട്ടിട്ട് ഞാനൊന്ന് ബെഡിൽ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ ബെഡിൽ വിരിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടില്ല, നല്ല വീതി താഴെ വരെ മുട്ടി കിടക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഒരു പില്ലോ കവർ എടുത്തു കഴിഞ്ഞിട്ട് ഒരു കുഷൻ കവറിനുള്ള പീസും കൂടെ എനിക്ക് ബാലൻസ് കിട്ടിയായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ കുഷൻ കവറൊന്നും അടിക്കുകയൊന്നുമില്ല. ഞാൻ ബെഡിൽ അങ്ങനെ കുഷൻ ഒന്നും വെക്കാറില്ല. ഇതേപോലെ തന്നെ പ്ലെയിനായിട്ട് 2 പില്ലോ മാത്രമേ വെക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചിലരുടെ ഞാൻ കണ്ടിട്ടുണ്ട് കുഷനൊക്കെ ചരിച്ചൊക്കെ വെച്ച് നല്ല രസമൊക്കെയാണ് അങ്ങനെയൊക്കെ കാണാൻ. നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുഷൻ വല്ലയിടത്തും കിടക്കും. അപ്പോൾ അത് കാരണം ഇത്രയും മതി. അപ്പോൾ അതാ നല്ല വീതിയുള്ള ബെഡ്ഷീറ്റാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് എനിക്കതിൽ നിന്നൊരു പില്ലോ കവറും കൂടെ കിട്ടിയത്. അപ്പോൾ എനിക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഓക്കെ, താങ്ക് യു. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനൊന്ന് കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചേക്കാം. ഓക്കേ.